അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ ശ്രവിക്കുന്ന എല്ലാ സ്നേഹജനങ്ങൾക്കും അഭിവാദനങ്ങൾ. കുട്ടികളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ചർച്ച. കുട്ടികളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കാത്തവർ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ആരുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി പഠിച്ച് വളർന്ന് വലുതായി എന്നെക്കാളേറെ ഒരുപടി മുന്നിൽ എത്തണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഒരു കൗമാരപ്രായം കഴിയുമ്പോഴേക്കും 17-18 വയസ്സിൻ്റെ അന്ത്യഘട്ടത്തിൽ എൻ്റെ കുട്ടി ഞാൻ വിചാരിച്ചതുപോലെ ആഗ്രഹിക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന രക്ഷിതാക്കൾ ധാരാളമുണ്ട്. എന്താണതിൻ്റെ കാരണം? ഈ ആശങ്കകൾക്ക്, ഇത്തരം മനോവിചാരങ്ങൾക്ക്, ഇത്തരം പ്രയാസങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലിൻ്റെ പ്രശ്നവും നിലനിൽക്കുന്നില്ല. കുട്ടി നല്ലവനായി ജനിക്കുന്നു, പക്ഷേ വളർച്ചയുടെ ഉയർച്ചയുടെ പല ഘട്ടത്തിലും നമ്മുടെ കുട്ടികൾക്ക് അറിയാതെ സ്വഭാവത്തിലും ബുദ്ധിയിലും വികാരപരമായും പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇവിടെ ഒരു നല്ല രക്ഷിതാവിൻ്റെ റോള്, ഒരു നല്ല രക്ഷിതാവിൻ്റെ ഇടപെടൽ വളരെയധികം ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലവരായി ജനിക്കുന്ന നമ്മുടെ കുട്ടികളെ നല്ലവരായി വളർത്താൻ, കഴിവുള്ളവരായി ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് ദൈവം പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു നൽകിയ ക്രിയാത്മകമായ ഊർജത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു ശ്രമം, ഒരു പഠിപ്പ് ഓരോ രക്ഷിതാവിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, എവിടെയാണ് ഒരു കുട്ടിയുടെ പഠനം ആരംഭിക്കുന്നത്? ചില മാതാക്കൾ പറയും അത് കുട്ടിയുടെ നഴ്സറി ക്ലാസ് മുതൽക്ക്, 3.5 വയസ്സ് മുതൽക്ക്, ചിലർ 5.5 വയസ്സ് മുതൽ, 1-ാം ക്ലാസ്സിൽ കുട്ടിയെ ചേർക്കുന്നത് മുതൽക്കാണ് പഠനം ആരംഭിക്കുന്നത് എന്ന് പറയുന്ന രക്ഷിതാക്കളുമുണ്ട്. സത്യത്തിൽ ഒരു കുട്ടിയുടെ പഠനം ആരംഭിക്കുന്നത്, വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് വിദ്യാലയത്തിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ മാത്രമാണ്. ഇത് രസകരമായ ഒരു ചർച്ചയാണ്. ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ, നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത് 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈപിടിച്ച് പോകുന്ന ഒരു രക്ഷിതാവുണ്ട്. ഐൻസ്റ്റീൻ വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ഒരു പ്രതിഭയാണ്. രക്ഷിതാവ് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് 5 വയസ്സ് പ്രായമായിരിക്കുന്നു, അതുകൊണ്ട് അവനെ ആദ്യത്തെ അക്ഷരം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് ആദ്യത്തെ അക്ഷരം പറഞ്ഞു കൊടുക്കണം. അതൊരു ചടങ്ങായി നിർവഹിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഐൻസ്റ്റീൻ്റെ മുന്നിലെത്തിയ ഈ രക്ഷിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഐൻസ്റ്റീൻ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഐൻസ്റ്റീൻ ചോദിച്ചു, എത്ര വയസ്സായി നിങ്ങളുടെ കുട്ടിക്ക്? രക്ഷിതാവ് സങ്കോചമില്ലാതെ മറുപടി പറഞ്ഞു, 5 വയസ്സ് പ്രായമായി. ഐൻസ്റ്റീൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു, യു ആർ സോ ലേറ്റ്, നിങ്ങൾ വല്ലാതെ താമസിച്ചു പോയിരിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് അറിവ് നൽകാൻ. രക്ഷിതാവ് ചോദിച്ചു, എന്തുപറ്റി? ഐൻസ്റ്റീൻ അതിന് മറുപടി പറഞ്ഞു, 5.5 കൊല്ലം നിങ്ങൾ താമസിച്ചു പോയിരിക്കുന്നു. കുട്ടി ജനിച്ചിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ. ആശങ്കയോടെ നിൽക്കുന്ന രക്ഷിതാവിന് ഐൻസ്റ്റീൻ വിശദീകരിച്ച് കൊടുക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാണ്. ഗർഭപാത്രത്തിനകത്ത് കുട്ടിക്ക് ജീവൻ കിട്ടുന്ന അന്ന് മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ കുഞ്ഞ് വിദ്യാലയത്തിലേക്ക് അയക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് കുട്ടിയുടെ സ്വഭാവം,
കുട്ടിയുടെ പെരുമാറ്റം, കുട്ടിയുടെ രീതികൾ ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും 6 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ തലച്ചോറിൻ്റെ 80% വളർച്ച പൂർത്തിയാകുന്നു എന്ന് ആധുനിക മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. 6 വയസ്സിന് മുമ്പ് കുട്ടിയുടെ വളർച്ച പൂർത്തിയാകുന്നു, വ്യക്തിത്വ വികാസത്തിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ വിദ്യാലയത്തിൽ അയക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ രക്ഷിതാവിൻ്റെ ഇടപെടൽ, കുട്ടിയുടെ വളർച്ചയുടെ സാഹചര്യം, കുട്ടിക്ക് വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ഒരു കുട്ടി ചെറുതോ വലുതോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മളതിനെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു വളരുന്ന ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിലാണ് കുഞ്ഞ് വളരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ മാതാവിൻ്റെ ടെൻഷൻ കുട്ടിയെയും ബാധിക്കാൻ ന്യായങ്ങളുണ്ട്. ഹോർമോണിലൂടെ കുട്ടിയിലേക്കത് പകരുകയും കുട്ടിയുടെ നാഡീനരമ്പുകളെ അത് ബാധിക്കുകയും കുട്ടിയുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് അത് തടസ്സമുണ്ടാവുകയും ചെയ്യാം. അതുകൊണ്ട് ഗർഭിണിയായ അവസ്ഥയിൽ പോലും ഒരു മാതാവിൻ്റെ മനസ്സിൻ്റെ സമാധാനം വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. രസകരമായ ഒരു സംഭവം, എറിക് ബേൺ, ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ പിതാവ് ആയ എറിക് ബേൺ വിശദീകരിക്കുന്നുണ്ട്. എറിക് ബേൺ പറഞ്ഞു, ഒരു കുട്ടി ഒരു പ്രാവശ്യമല്ല ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത്. എറിക് ബേണിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കുട്ടി 4 തവണ ജനിക്കുന്നു എന്നാണ്. 4 തവണ കുട്ടി ജനിക്കുന്നു. സാധാരണ നമുക്ക് പരിചയമുള്ള ജനനം എന്ന് പറയുന്നത് ഇപ്പം ആശുപത്രിയിലെ പ്രസവ വാർഡിനകത്ത് കുട്ടിക്ക് കിട്ടുന്ന ലേബർ റൂമിലെ ജന്മമാണ്. എറിക് ബേൺ പറഞ്ഞ ജന്മങ്ങൾ 4 ഏറ്റവും പ്രധാനമായത് എംബ്രിയോളജിക്കൽ ബർത്താണ്. എംബ്രിയോളജിക്കൽ ബർത്ത് എന്നത് ഒരു കുട്ടി ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ജീവൻ കിട്ടുന്ന 1ാമത്തെ ജന്മമാണ്. ആദ്യത്തെ ജന്മം ഗർഭപാത്രത്തിൻ്റെ അകത്ത് തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്നർത്ഥം. 2ാമത്തെ ജന്മം ഫിസിക്കൽ ബർത്താണ്. ഫിസിക്കൽ ബർത്ത് എന്നത് കുട്ടി ഇന്നത്തെ നിലയനുസരിച്ച്, ഇന്ന് നമ്മുടെ മാതാക്കൾ വീട്ടിൻ്റെ അകത്ത് പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ആശുപത്രിയിൽ നമ്മുടെ മാതാവ് ലേബർ റൂമിൻ്റെ അകത്ത് വെച്ച് നടക്കുന്ന സാധാരണ പ്രസവമാണ്. അതോടെ കുട്ടിക്ക് 2ാമത്തെ ജന്മം കിട്ടിക്കഴിഞ്ഞു. ഈ 2 ജന്മവും നമ്മൾ ഒരുപക്ഷെ അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണ്. കുട്ടിക്ക് ജീവൻ കിട്ടുന്ന കാര്യവും ദൈവികമായ ഒരു നിയോഗമാണ്. കുട്ടി 9 മാസം പൂർത്തിയായാൽ പുറത്തേക്ക് വരുന്നതും അതും നേരത്തെ നിശ്ചയിച്ചു വെച്ച ഒരു കാര്യമാണ്. എന്നാൽ 3ാമത്തെയും 4ാമത്തെയും ജന്മത്തെക്കുറിച്ച് എറിക് ബേൺ വിശദീകരിക്കുന്നുണ്ട്. അത് സൈക്കോളജിക്കൽ ബർത്ത് എന്നാണ്, മനഃശാസ്ത്രപരമായ ജന്മം. ഒരു കുട്ടിക്ക് മനഃശാസ്ത്രപരമായ ജന്മം കിട്ടുന്നത് എവിടുന്നാണ്? അത് വീട്ടിൻ്റെ അകത്ത് കുട്ടി ഭൂമുഖത്തേക്ക് പിറന്ന് വന്നതിന് ശേഷം കിട്ടുന്ന അനുഭവങ്ങളിലൂടെ, സ്പർശനങ്ങളിലൂടെ, സമീപനങ്ങളിലൂടെ, കുട്ടിയോടുള്ള പെരുമാറ്റ രീതികളിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ്. 4ാമത്തെ ജന്മത്തെ എറിക് ബേൺ വിശദീകരിക്കുന്നത് സോഷ്യൽ ബർത്താണ്, സാമൂഹികമായ ജന്മം. സാമൂഹികമായ ജന്മം എന്ന് പറയുമ്പം അത് വീട്ടിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്, വീട്ടിൻ്റെ പുറത്ത് നിന്ന് കിട്ടുന്നുണ്ട്, വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. തൻ്റെ കൂടെ നടന്നു പോകുന്ന കുട്ടിയോട് എങ്ങനെ പെരുമാറണം, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം എന്തൊക്കെ ശീലിക്കണം, എന്തൊക്കെ ശീലിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു സാമൂഹികമായ പാകതം. അത്തരം ജന്മം കിട്ടാത്ത കുട്ടികൾ സമൂഹത്തിൽ ചെന്ന് വഷളാകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എറിക് ബേൺ ഇത് വിശദീകരിക്കുമ്പോൾ ഒരു രക്ഷിതാവിന് എൻ്റെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടിക്ക് ദൈവികമായി ലഭിച്ച ആദ്യത്തെ 2 ജന്മവും കിട്ടിക്കഴിഞ്ഞ കുട്ടിക്ക്
മൂന്നാമത്തെയും നാലാമത്തെയും ജന്മം കിട്ടിയോ എന്ന് അന്വേഷിക്കാനും വിലയിരുത്താനും അത് കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള പണികൾ ചെയ്യാനുള്ള ബാധ്യതകൾ ധാരാളമുണ്ട്. ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ജന്മം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ സാധാരണ നിലക്ക് നമ്മൾ പറയാറുള്ള ഒരു കഥ, അത് മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. അത് മഹാഭാരത യുദ്ധത്തിലേക്ക് പോകുമ്പം അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശം കൊടുക്കുകയാണ്. അർജുനനാകട്ടെ ഉപദേശം കേൾക്കുന്നത് അർജുനൻ്റെ ഭാര്യ സുഭദ്രയുടെ മടിയിൽ തലവച്ചിട്ടാണ്. ഉപദേശം കേൾക്കുമ്പം അർജുനൻ ഓരോ നിർദ്ദേശങ്ങൾക്കും മൂളിക്കൊണ്ടിരിക്കും. കുറേ കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയുടെ മടിയിൽ തലവച്ച് കിടക്കുന്ന അർജുനൻ ഉറങ്ങിപ്പോകുന്നു. പക്ഷേ മൂൾ തുടരുന്നു. ആരാണ് മൂളിക്കൊണ്ടിരിക്കുന്നത്? ഗർഭിണിയായ സുഭദ്രയുടെ വയറ്റിൽ കിടക്കുന്ന പുത്രൻ അഭിമന്യുവാണത്രേ. അവസാനം മഹാഭാരത യുദ്ധം ജയിക്കുന്നത് അഭിമന്യുയുടെ യുദ്ധതന്ത്രത്തിലൂടെയാണ് എന്ന് ഇതിഹാസം വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നു. ഇത് കാണിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ ബുദ്ധിയുടെ വികാരത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ സൂചിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ കഥയിലൂടെ, ഈ ഇതിഹാസത്തിൻ്റെ അംശത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ജനിച്ചതിന് ശേഷം വലിയ വിദ്യാലയത്തിൽ ഫീസ് കൊടുത്ത് അയക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ്, കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ഓടി നടക്കുന്നതിന് മുമ്പ്, അതിനുവേണ്ടി മത്സരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ടതെല്ലാം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാനുള്ള ബാധ്യത രക്ഷിതാവിന് ഉണ്ട്. ഒട്ടേറെ കഴിവുകളോടെ ജനിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. കുട്ടികൾ സർഗശേഷിയോടെ ജനിക്കുന്നു. കുട്ടികൾ നല്ലവരായി ജനിക്കുന്നു. കുട്ടികൾ ഈ ഭൂമുഖത്ത് നന്മ ആവഹിച്ചെടുക്കാനും നന്മ പ്രചരിപ്പിക്കാനും നന്മയുടെ വക്താക്കളാക്കാനുമുള്ള ഒരു അനിതസാധാരണമായ ഊർജം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ജനിക്കുകയാണ്. പ്രവാചകർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്നാണ്. എല്ലാ കുട്ടികളും ജനിക്കുന്നത് നല്ല പ്രകൃതിയിലാണ്. ചീത്തയാവാൻ രീതിയിലൊരു കുട്ടിയും ജനിക്കുന്നില്ല. പിന്നെ ആരാണ് കുട്ടിയെ ചീത്തയാക്കുന്നത്? കുട്ടിയുടെ സാഹചര്യം, കുട്ടിയുടെ രക്ഷിതാക്കൾ, കുട്ടിയുമായി ഇടപഴകുന്നവർ, കുട്ടി വളരുന്ന സമൂഹം, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ നെഗറ്റീവ് ആയ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളെ മറികടക്കാനാണ് നമുക്ക് പറ്റേണ്ടത്. സാധാരണ നമ്മൾ പറയും അവൻ ഉമ്മാനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവൻ വാപ്പാനെ പോലെ തന്നെയാണ്. വാപ്പ അങ്ങനെയല്ലേ, പിന്നെ എങ്ങനെ അവൻ അങ്ങനെ ആവാതിരിക്കുക എന്ന് പറയുമ്പം ജനിക്കുമ്പോൾ തന്നെ കുട്ടി വാപ്പാനെ പോലെയാകുന്നത് മനഃശാസ്ത്ര വിശകലനം അനുസരിച്ച് സാധാരണ നിലക്ക് കുട്ടിയുടെ ഫിസിക്കലായ ഭൗതികമായ കുറേ കാര്യങ്ങളിലാണ്. ഉദാഹരണത്തിന് കുട്ടിയുടെ തലമുടിയുടെ നിറം, തലമുടിയുടെ രീതി, തലയിൽ മുടി വളർന്ന അവസ്ഥ, കുട്ടിയുടെ ഉയരം, കുട്ടിയുടെ നിറം, കുട്ടിയുടെ മൂക്ക്, കുട്ടിയുടെ ഓർമ്മയുടെ അവസ്ഥ, കുട്ടിയുടെ പൊതുവായ ബുദ്ധിപരമായ നിലവാരം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ മാത്രമേ കുട്ടി ഉമ്മാനെ പോലെയും പാപ്പാനെ പോലെയും നിൽക്കുന്നുള്ളൂ, വളരുന്നുള്ളൂ. മറിച്ച് ബാക്കിയുള്ള എല്ലാം, കുട്ടിയുടെ ശീലങ്ങളും കുട്ടിയുടെ മനോഭാവവും കുട്ടിയുടെ പെരുമാറ്റവും കുട്ടിയുടെ സത്യസന്ധതയും കുട്ടിയുടെ നന്മയും തിന്മയും ഒക്കെ തീരുമാനിക്കുന്നത് കുട്ടി ജനിച്ചതിന് ശേഷമുള്ള സാഹചര്യത്തിലാണ്. ജന്മന 5 ഇന്ദ്രിയങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, ഇത് 5ഉം ഉപയോഗിച്ചാണ് കുട്ടിയുടെ വളർച്ച നടക്കുന്നത്. കുട്ടി കണ്ടു പഠിക്കുന്നു, കുട്ടി തൊട്ട് പഠിക്കുന്നു, കുട്ടി മണത്തു പഠിക്കുന്നു, കുട്ടി കേട്ട് പഠിക്കുന്നു, കുട്ടി അനുഭവിച്ച് പഠിക്കുന്നു. ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ കുട്ടി സംസാരിച്ച് ശീലിക്കുന്നു. ഇതിന് പറ്റുന്ന നിലക്ക് ഈ ഭൂമുഖത്ത് അവൻ്റെ മുന്നിലുള്ളതെല്ലാം ഒപ്പിയെടുക്കാനും ശീലിക്കാനും പറ്റുന്ന നിലക്കുള്ള
ഒരു അവസ്ഥയിൽ വളരെ വളരെ ഫ്ലെക്സിബിളായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ എന്തൊക്കെയാണോ ഒരു വീട്ടിൻ്റെ അകത്ത് കിട്ടിയ അനുഭവങ്ങൾ, വൈകാരികമായ സാഹചര്യങ്ങൾ, ബുദ്ധിപരമായ സ്വാധീനങ്ങൾ, അതിനനുസരിച്ച് നമ്മുടെ കുട്ടി ചെറുതാകാം, വലുതാകാം. അതുകൊണ്ട് തന്നെ രക്ഷിതാവിൻ്റെ ബാധ്യത കൂടി വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച മനഃശാസ്ത്രപരമായ വളർച്ച പൂർത്തിയാകാൻ, ജന്മം ലഭിക്കാൻ, സാമൂഹികമായ ജന്മം ലഭിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു ശ്രദ്ധ, ഒരുതരം വിജിലൻസ് നമ്മുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ലഭിക്കേണ്ടത് എന്ന ആശങ്ക രക്ഷിതാക്കൾക്കുണ്ട്. സാധാരണ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പാരൻസ്, രക്ഷിതാക്കൾ പൊതുവെ പറയും, അവനോ എന്തിൻ്റെ കുറവാ സാറേ, അവനെല്ലാം ഉണ്ട്. അവന് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, എന്നിട്ടും എൻ്റെ കുട്ടി എന്തേ ഇങ്ങനെ ആയത് എന്ന് ചോദിക്കുമ്പം നമ്മൾ ചിലപ്പോൾ തമാശയിൽ ഉത്തരം പറയും, നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തതാണ് കുട്ടി ഇങ്ങനെ ആവാനുള്ള കാരണം. എല്ലാം ചെയ്തു കൊടുത്തത് കൊണ്ട് കുട്ടി അങ്ങനെ ആയതിൻ്റെ ഉദാഹരണങ്ങൾ ലോകത്ത് ധാരാളം ഉണ്ട്. എന്താണ് നമ്മുടെ കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ, പ്രത്യേകിച്ചും പ്രൈമറി ഘട്ടത്തിലുള്ള വളർച്ചാ ഘട്ടത്തിൽ, കൗമാരം വരെയുള്ള വളർച്ചാ ഘട്ടത്തിൽ നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത്? ഭക്ഷണത്തിന് പുറമെ, അതെല്ലാവരും കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വസ്ത്രത്തിന് പുറമെ, കാരണം അതെല്ലാവരും ഏതെങ്കിലും രീതിയിൽ ഏറ്റവും നല്ലത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിനും വസ്ത്രത്തിൻ്റെയും അപ്പുറത്ത് കുട്ടിക്ക് എന്തൊക്കെയാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മുടെ കുട്ടിയുടെ വളർച്ച ആഗ്രഹിച്ച് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. 5 നീഡുകൾ നമുക്ക് ഇവിടെ ആലോചിക്കാം. 5 ആവശ്യങ്ങൾ. ഈ 5 ആവശ്യങ്ങളും എബ്രഹാം മാസ്ലോ എന്ന ലോകപ്രസിദ്ധനായ ഒരു ഹ്യൂമനിറ്റേറിയൻ സൈക്കോളജിസ്റ്റിൻ്റെ, മാനവിക മനഃശാസ്ത്രജ്ഞൻ്റെ നിരീക്ഷണങ്ങളാണ്. ഈ 5 ആവശ്യങ്ങളെയും കൃത്യമായി പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, തൻ്റെ കുട്ടി ഏത് വിദ്യാലയത്തിൽ ചെന്നാലും വളർന്ന് ഉയർന്ന് പോകുന്നത് കാണാം. സാഹചര്യമനുസരിച്ച് അവൻ്റെ മനസ്സു തന്നെ അവനെ വളർത്താനും അവനെ ഉയർത്താനുമുള്ള പ്രാപ്തി വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും നേടിയിട്ടുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കൂ, 3 മാസം പ്രായമുള്ള ഒരു കുട്ടി മുലപ്പാൽ ഞൊട്ടിക്കുടിക്കുമ്പം മാതാവിൻ്റെ മുഖത്ത് നോക്കി, അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. സുന്ദരമായൊരു ചിരിയാണ്. ആ ചിരി കാണുമ്പോൾ ഏത് മാതാവിനും വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഒരു കുട്ടി വലിയൊരു ജയം നേടിയ സന്തോഷം, എൻ്റെ ജീവിതം സഫലമായ ഒരു സന്തോഷം. ഇവിടെ കുട്ടിയുടെ ഒരു വളർച്ചാ ഘട്ടം പിന്നിടുകയാണ്. നമ്മളതിനെ മൈൽ സ്റ്റോൺ എന്ന് പറയും. കുട്ടി ഇഴയാൻ തുടങ്ങുന്നു. 6 മാസമാകുമ്പം കുട്ടി ഇരിക്കാൻ തുടങ്ങുന്നു. ഒരു വയസ്സ് പൂർത്തിയാകുന്ന കുട്ടി എണീറ്റ് നിൽക്കാൻ തുടങ്ങുന്നു. 2 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും കുട്ടി നടന്നു തുടങ്ങുന്നു. 2 വയസ്സിൻ്റെയും 3 വയസ്സിൻ്റെയും ഇടയിൽ നമ്മുടെ കുട്ടി ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിക്കുന്നു. 3 വയസ്സ് കഴിയുമ്പം കുട്ടി ഓരോ സ്റ്റെപ്പുകൾ ഓരോ കാലും എടുത്തു വെച്ച് കയറാൻ തുടങ്ങുന്നു. കുറച്ചുകൂടി കഴിയുമ്പം ആ സ്റ്റെപ്പ് സ്വന്തമായി ഇറങ്ങാൻ പറ്റുന്നു. ഇതൊക്കെ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടമാണ്. ഈ ഘട്ടത്തെയും നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഒരു പന്തെടുത്തെറിയുന്ന ഒരു കുട്ടി എറിയാൻ പഠിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് ഒരു 3 വയസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. എറിഞ്ഞ പന്ത് പിടിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. അതൊരു 3 വയസ്സിൻ്റെയും 4 വയസ്സിൻ്റെയും ഇടയിൽ കുട്ടിക്ക് ഉണ്ടാവുന്ന ശീലമാണ്. എണീറ്റ് നിൽക്കുന്നതും നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും ഉയരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതും ഒക്കെ വളർച്ചയിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുട്ടിയുടെ ഫിസിയോളജിക്കൽ നീഡ്, ശാരീരികമായ ആവശ്യം എന്ന് പറയാം. ശാരീരികമായ ആവശ്യം കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. അത് കുട്ടിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങളുടെ വളർച്ചാ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 2 വാക്കുകൾ ശ്രദ്ധേയമാണ്. 2 രീതിയിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. അതിലൊന്ന് സ്ഥൂല വികാസം, രണ്ടാമത്തത് സൂക്ഷ്മ വികാസം. എന്താണ് സ്ഥൂല വികാസം? നമ്മുടെ കുട്ടിയുടെ അസ്ഥികൾ ഉറക്കുന്നു, പേശികൾ നേരെയാകുന്നു, നിൽക്കാൻ പഠിക്കുന്നു, നോക്കാൻ പഠിക്കുന്നു, എടുക്കാൻ പഠിക്കുന്നു, വെക്കാൻ പഠിക്കുന്നു. ഇതൊക്കെ വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള പാകതയാണ്.
മെച്ചുറേഷൻ ബിഫോർ ലേണിംഗ് എന്ന് പറയും. വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള പാകത. ഈ പാകത ലഭിക്കാത്ത കുട്ടിക്ക്, ഫിസിയോളജിക്കൽ നീഡ് കിട്ടാത്ത ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടിയുടെ ബാക്കിയുള്ള വളർച്ചയിലൊക്കെ അത് ബാധിക്കും. കുട്ടിക്ക് വളരാൻ സാധിക്കാതെ വരും. നമ്മുടെ കുട്ടിയെ ചെറിയ വിദ്യാലയങ്ങളിൽ മുത്തുകോർക്കാൻ പഠിപ്പിക്കാറുണ്ട്, കളർ ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്, ചെറിയ ചെറിയ എഴുത്തുകൾ, വരക്കുറികൾ ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്. എന്തിനാണത് ചെയ്യണത്? കുട്ടിയുടെ കയ്യും കണ്ണും തമ്മിലുള്ള ബന്ധമാണ്. കയ്യും കണ്ണും തമ്മിലുള്ള ബന്ധം കുട്ടിയുടെ ശാരീരികമായ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനഃശാസ്ത്രത്തിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും കുട്ടി എഴുത്ത് പഠിക്കുന്നതിന് മുമ്പുള്ള പ്രീ റൈറ്റിംഗ്, പ്രാഗ്രചന ശീലിക്കാൻ. വീട്ടിൻ്റെ ചുമരിൽ വരച്ചു കൂട്ടുന്ന കുട്ടികളുണ്ട്. സാധാരണ അമ്മമാരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അവരുടെ ഒരുപാട് പരാതികൾ കുട്ടികളെക്കുറിച്ച് അവർ കെട്ടഴിക്കും. അതിലൊന്ന്, അവൻ വെറുതെ ഇരിക്കൂല, അവൻ കരിക്കട്ടയെടുത്ത് ചുമരിൻ്റെ മേൽ വരക്കുന്നു, എൻ്റെ വീട് വൃത്തികേടായി, ഇത്ര 1000 ഉറുപ്പിക ചിലവാക്കി ചെയ്ത പെയിൻറ്റിങ്ങൊക്കെ നാശമാക്കി. ആലോചിച്ച് നോക്കൂ, ജന്മനാ കുട്ടിയുടെ അകത്ത് എഴുതി പഠിക്കാൻ, വരച്ചു പഠിക്കാൻ, ഈ ഓരോ വര നടക്കുമ്പോഴും കുട്ടിയുടെ കണ്ണും കയ്യും തമ്മിലുള്ള ഒരു ബന്ധമുറക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. കണ്ണും കയ്യും തമ്മിലുള്ള ബന്ധം ഉറച്ചില്ല എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. എ എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതുമ്പം, ആ എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതുമ്പം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങോട്ടാണ് ചലിപ്പിക്കേണ്ടത് എന്ന് കണ്ണും പറയണം, തലച്ചോറും പറയണം, കയ്യും പറയണം. ഇത് മൂന്നും ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഒരു അക്ഷരം പുറത്തേക്ക് വരുള്ളൂ. അത് രക്ഷിതാവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ നിലക്ക് ഇത്തരം വരകുറികൾക്ക്, പ്രാഗ്രചനയ്ക്ക് അവസരം കിട്ടാത്ത കുട്ടിയെ നിർബന്ധിച്ച് കൈപിടിച്ച് എഴുതിച്ചാൽ, ഞാനൊരു തമാശ പറയുന്നത്, തമാശയല്ല, ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലം. അടുത്ത വീട്ടിലെ കുട്ടി ഓടി വരുന്നു. ഒരധ്യാപകൻ പറയുന്ന കഥ. 3.5 വയസ്സുള്ള കുട്ടി LKGയിൽ പഠിക്കുന്നു. അമ്മയുടെ പ്രശ്നം, കുട്ടി W എഴുതുന്നില്ല, കുട്ടി Z എഴുതുന്നില്ല. അടുത്ത വീട്ടിലെ കുട്ടി ഇതെല്ലാം എഴുതുന്നു. എൻ്റെ കുട്ടി അതേ സ്കൂളിൽ പഠിക്കുന്നു, അതേ ഫീസ് കൊടുക്കുന്നു, അതേ സൗകര്യം ചെയ്യുന്നു. W എഴുതാത്ത എൻ്റെ 3.5 വയസ്സുള്ള കുട്ടിയെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും കുട്ടിയെ തല്ലുകയും ചെയ്യുന്ന രക്ഷിതാവ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അജ്ഞത കൊണ്ട് ചെയ്യുന്നത്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദുരഭിമാനം കൊണ്ട് ചെയ്യുന്നത്. ഇത് രണ്ടായാലും കുട്ടിയുടെ വളർച്ചയ്ക്ക് അത് ശാരീരികമായ തടസ്സമാണ്, മാനസികമായ തളർച്ചമാണ്. കുട്ടിക്ക് ശരിയായ രീതിയിലുള്ള ശാരീരിക വളർച്ച, ഫിസിയോളജിക്കൽ നീഡ് കിട്ടാത്തതിൻ്റെ പ്രശ്നവുമായി അത് വരും. ഒരു ഉമ്മയുടെ കഥ പറയാം. 3 ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുട്ടിയെ ഞാൻ കുളിപ്പിച്ചു കൊടുക്കുന്നു, ഞാൻ തോർത്തി കൊടുക്കുന്നു, ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു, ഞാൻ ബാഗെടുത്ത് പുറത്ത് വെച്ച് കൊടുക്കുന്നു. അത്രയധികം ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കുകയല്ല, നശിപ്പിക്കുകയാണ്. എങ്ങനെയാണ് കുട്ടിയെ നശിപ്പിക്കുന്നത്? സാധാരണ നമ്മുടെ കുട്ടി എപ്പോഴാണ് കുളിക്കാൻ തുടങ്ങേണ്ടത്? നമ്മൾ സ്നേഹം അധികം കാണിച്ച് കുട്ടിക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ഒന്നും കൊടുക്കാതിരിക്കും. 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ശരീരത്തിൻ്റെ മുൻഭാഗം മുഴുവൻ കഴുകി തുടങ്ങണം എന്ന് മനഃശാസ്ത്രം സൂചിപ്പിക്കുന്നു. 6 വയസ്സാകുമ്പോഴേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും സോപ്പ് തേച്ച് കുളിക്കുമ്പം കുട്ടിയുടെ പേശിയുടെ, കുട്ടിയുടെ ബുദ്ധിയുടെ ഒരു വളർച്ചയുണ്ട്. അത് വിദ്യാഭ്യാസത്തിന് ആവശ്യമാണ്, അതിൻ്റെ അടിത്തറയാണ്. 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി സാധാരണ ചെറിയ കുപ്പായം ഇട്ട് തുടങ്ങണം, ചെറിയ ഡ്രസ്സുകൾ ധരിച്ചു തുടങ്ങണം എന്നാണ്. ഒരു 5 വയസ്സിൻ്റെയും 6 വയസ്സിൻ്റെയും ഇടയിൽ കുട്ടി ഏത് തരത്തിലുള്ള ഡ്രസ്സും സ്വന്തമായി ധരിക്കണം. സ്വന്തമായി ധരിക്കുമ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? അതിലൊരു സിസ്റ്റമുണ്ട്, അതിലൊരു പഠിപ്പുണ്ട്, അതിലൊരു സൂക്ഷ്മതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സൂക്ഷ്മ വികാസം. ഒരു ബട്ടൺ അതിൻ്റെ ഹോളിൽ ഇടുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വളരെയധികം ആവശ്യമുള്ള ഒരു ടാസ്ക്കാണ്. നമ്മൾ സാധാരണ പഠന പ്രശ്നങ്ങളുള്ള, ബുദ്ധിപരമായി പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കാൻ അധ്യാപികമാർ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. ബട്ടണിടാൻ പഠിപ്പിക്കും, മാല കോർക്കാൻ പഠിപ്പിക്കും. ഇതോ ആദ്യഘട്ടത്തിൽ ലഭിക്കാത്തൊരു കുട്ടിക്ക് ചിലപ്പോൾ 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ആയിരിക്കും ഇത്തരം ഒരു ചെറിയ ടാസ്ക് കൊടുക്കുന്നത്. ഇത് അതിൻ്റെ പ്രായത്തിൽ ലഭിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെച്ചുറേഷൻ ബിഫോർ ലേണിംഗ്
വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള അടിത്തറ അല്ലെങ്കിൽ പാകത ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളർച്ചാഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ഘട്ടമായിരിക്കും ആലോചിക്കേണ്ടി വരിക. അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഒരു കുട്ടി നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വളരുമ്പം അവന് മനസ്സമാധാനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കുട്ടിയുടെ മനസ്സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിൻ്റെ ആവശ്യം ലഭിച്ചു കഴിഞ്ഞ ഒരു കുട്ടിക്ക്, അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ മനസ്സിൻ്റെ ആവശ്യമാണ്. മനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് പോകുമ്പം ശരീരത്തിൻ്റെ ആവശ്യം കൃത്യമായി കിട്ടാത്തൊരു കുട്ടിക്ക് മനസ്സിൻ്റെ ആവശ്യം മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ഇത് ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് ആണ് എന്ന് മാസ്ലോ പറയുന്നു. മനസ്സിൻ്റെ ആവശ്യം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനം എന്താണ്? കുട്ടിക്ക് ഞാൻ സുരക്ഷിതനാണ് എന്ന ഒരു തോന്നൽ, ഞാനൊരു സമാധാനമുള്ള വീട്ടിലാണ് ജീവിക്കുന്നത് എന്ന ഒരു തോന്നൽ, എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന തോന്നൽ, അതെവിടുന്നാണ് കിട്ടുക? അത് മനസ്സമാധാനമുള്ള ഭാര്യയും ഭർത്താവും ഉള്ളിടത്തു നിന്നാണ് കിട്ടുക. ഭാര്യയും ഭർത്താവും തമ്മിൽ കുഴപ്പമുള്ള ഒരു വീട്, മനപ്പൊരുത്തമില്ലാത്ത ഒരു വീട്, കൃത്യമായ രീതിയിൽ സ്നേഹം കൈകാര്യം ചെയ്യപ്പെടാത്ത, സ്നേഹം കൊടുക്കപ്പെടാത്ത ഒരു വീട്, അത്തരമൊരു വീട്ടിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടി വളരുമ്പോൾ സ്വാഭാവികമായും കുട്ടിയുടെ മനസ്സിനെയും അത് ബാധിക്കും. കുട്ടിക്കൊരു സുഖം ലഭിക്കില്ല. ഒരു ചുംബനം കിട്ടാത്ത കുട്ടി, ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയും, കേരളത്തിലെ കുട്ടികൾക്ക് 2 കേകളാണ് ആദ്യത്തെ വളർച്ചാഘട്ടത്തിൽ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്നത്. 2 കേകൾ. ഒന്ന് കിസ്സാണ്, ചുംബനമാണ്. രണ്ടാമത്തേത് കിക്കാണ്. കിക്ക് എന്നത് ചവിട്ടാണ്. ചുംബനമാണോ കുട്ടിക്ക് കൂടുതൽ കിട്ടുന്നത്, ചവിട്ടാണോ കൂടുതൽ കിട്ടുന്നത്? രക്ഷിതാവ് സാധാരണ പറയും, എൻ്റെ കുട്ടിയെ ഞാൻ ചവിട്ടാനോ? എൻ്റെ കുട്ടിയെ ഞാൻ ചവിട്ടില്ല. പക്ഷേ കുട്ടിക്ക് ചവിട്ടെന്ന് പറയുന്നത്, കുട്ടിക്ക് കിട്ടുന്ന ഏത് നെഗറ്റീവ് എനർജിയും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചവിട്ടാണ്. കുട്ടിക്ക് ഒരു ചുംബനം കിട്ടുമ്പം അത് കിസ്സാണ്. കുട്ടിക്കൊരു വെരി ഗുഡ് കിട്ടുമ്പം അതൊരു കിസ്സാണ്. കുട്ടിയെ ഒന്ന് തലോടുമ്പം അതൊരു കിസ്സാണ്. കുട്ടിയെ സ്വന്തം മാതാവ് കണ്ണിലേക്ക് നോക്കി സന്തോഷിപ്പിക്കുമ്പം, തലയാട്ടി വർത്തമാനം പറയുമ്പം അത് കുട്ടിക്കൊരു കിസ്സാണ്. കുട്ടിക്കൊരു മിഠായി സമ്മാനമായി ലഭിക്കുമ്പം അതൊരു കിസ്സാണ്. എന്ന് പറഞ്ഞാൽ കുട്ടിൻ്റെ മനസമാധാനത്തിൻ്റെ ഒരു ബാലൻസ്, അതിൻ്റെ അന്തരീക്ഷം വീട്ടിൻ്റെ അകത്ത് ഉണ്ടാകണം. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വാട്ടർ ടാങ്ക് ആണ് രക്ഷിതാവ് എന്ന് സങ്കല്പിക്കുക, എന്നാൽ ടാപ്പാണ് കുട്ടികൾ. വാട്ടർ ടാങ്കിൽ ഒരു എലി വീണ് ചത്തു, വെള്ളം മലിനമായി. എന്നാൽ ടാപ്പ് നമ്മൾ തുറന്നാൽ അതിൽ പുറത്തേക്ക് വരുന്ന വെള്ളം വളരെ മലിനമായതായിരിക്കും, ചീത്തയായതായിരിക്കും, ദുർഗന്ധം വമിക്കുന്നതായിരിക്കും. നമുക്കത് ഉപയോഗിക്കാൻ ഒട്ടും ഇഷ്ടം വരില്ല. ഇതുപോലെയാണ് കുഞ്ഞുങ്ങളും. വാട്ടർ ടാങ്കിനകത്ത് രക്ഷിതാവിൻ്റെ മനസ്സിൻ്റെ, അവരുടെ പെരുമാറ്റത്തിൻ്റെ, അവരുടെ രീതികളുടെ മാലിന്യങ്ങൾ അടിഞ്ഞ് കൂടിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. അത് താഴേക്ക് പകർന്നു പോകുന്നു. അത് വിദ്യാലയത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആ ടാപ്പൊന്ന് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ മാലിന്യത്തിൻ്റെ കുറേ കൂടി ജീർണിച്ച അംശമാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു പാരൻറ്റിങ് രീതിയാണ്. സംഘർഷമുള്ള ഏത് വീട്ടിൻ്റെ അകത്തും മനസ്സിൽ വല്ലാതെ സ്ട്രെസ്സും ടെൻഷനും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ഏത് രക്ഷിതാവും കുട്ടിക്ക് പകർന്നു കൊടുക്കുന്നത് ഇത് തന്നെയാണ്. ഞാനൊരു ഉദാഹരണം ഓർമ്മിക്കുന്നത്, ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. കുട്ടി പറയുന്നത്, കുട്ടിക്ക് എല്ലാറ്റിനോടും വെറുപ്പാണ്. കുട്ടി എല്ലാവരെയും വല്ലാതെ ഉപദ്രവിക്കും. കുട്ടി മറ്റുള്ളവരുടെ ഭാഷയിൽ ദുഷ്ടനാണ്. ആ കുട്ടിയെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇതിൽ ഒരു കൗൺസിലിംഗ് സെഷന് കുട്ടിയുടെ മാതാവിനെ വിളിപ്പിക്കുന്നു. കുട്ടിയുടെ മാതാവ് വരുന്നു.
മാതാവിൻ്റെ മുന്നിൽ കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ ഉമ്മയെ ഇഷ്ടമല്ല, കാരണം ഉമ്മ ചീത്തയാണ്, ഉമ്മ എന്നെ വല്ലാതെ തല്ലും, ഉമ്മ എൻ്റെ കണ്ണിൽ മുളക് തേക്കും എന്ന് പറഞ്ഞു. കൂടുതൽ ആലോചിച്ച് നോക്കുമ്പം ഒരുപാട് കുടുംബപരമായ പ്രശ്നങ്ങൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിൻ്റെ പ്രശ്നം, ജീവിക്കാൻ വകയില്ലാത്തതിൻ്റെ പ്രശ്നം, കുറേ സങ്കടങ്ങൾ, അടുത്ത വീടുകളിൽ ജോലി ചെയ്ത് വീട്ടിൽ കാര്യങ്ങൾ നടത്തേണ്ട മനപ്രയാസം, ഇതെല്ലാം ചേർത്ത് എരിപരി പൊള്ളുന്ന ഒരു മനസ്സിലാണ് ഈ മാതാവ് നിൽക്കുന്നത്. ആ മാതാവിൻ്റെ മനസ്സിൽ നിൽക്കുന്ന സംഘർഷങ്ങളെ നേരെ കുട്ടിക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പകർന്നു കൊടുത്തു പോകുന്നു. അറിയാതെ ലഭിക്കുന്നതാകാം. അതിന് നമ്മൾ ഒരുപക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ് ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡിൻ്റെ ഒരു ഭാഷയാണ്, ഡിഫൻസ് മെക്കാനിസം. ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ കൺമുന്നിൽ വെച്ച് കുട്ടികളെ പിടിച്ച് 2 തല്ല് കൊടുത്തു. അതൊരു തമാശയാണ്. അവിടെ നടക്കുന്നത് എന്താ? ഭർത്താവിനെ തല്ലാൻ പറ്റില്ല, പക്ഷേ കുട്ടിയെ തല്ലുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഭർത്താവിന് തല്ല് കൊടുത്തതിൻ്റെ ഒരു പ്രതീതി, ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള സംഘർഷങ്ങൾ കുട്ടിക്ക് ലഭിക്കുമ്പോൾ കുട്ടിക്ക് തോന്നുന്നത്, ഞാനൊരു മനസമാധാനമുള്ള വീട്ടിലല്ല ജീവിക്കുന്നത്, ഞാനൊരു സുഖമുള്ള വീട്ടിലല്ല ജീവിക്കുന്നത്, ഇവിടെ ഒരു വല്ലാത്ത സംഘർഷമാണ്, ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നുപോയി. കുട്ടി ഇതെല്ലാം ഒരരിപ്പ പോലെ ഇതിലെ തിന്മകളെ വലിച്ചെടുത്ത് കുട്ടിയുടെ ഉപബോധ മനസ്സിൽ നിറയെ ഇരുട്ടായി മാറുന്നു. അതവൻ്റെ വിദ്യാലയത്തിൽ പ്രകടിപ്പിക്കുന്നു. അവൻ ക്രിമിനൽ സ്വഭാവം കാണിച്ച് തുടങ്ങുന്നു. അവൻ സ്നേഹത്തെ ആഗ്രഹിച്ച് നടക്കുന്നു, അംഗീകാരത്തിന് ആഗ്രഹിച്ച് നടക്കുന്നു. അംഗീകാരം സമൂഹത്തിൽ ലഭിക്കാതിരിക്കുമ്പോൾ, പ്രശംസ ലഭിക്കാതിരിക്കുമ്പോൾ കുട്ടി അംഗീകാരം കിട്ടാൻ തിന്മകൾ ചെയ്യുന്നു. അങ്ങനെ അവൻ കൂടുതൽ ചീത്തയാകുന്നു. ഇതൊക്കെ കുട്ടിക്ക് ലഭിക്കേണ്ട രണ്ടാമത്തെ ആവശ്യം, കുട്ടിയുടെ സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യം, കുട്ടിക്ക് ലഭിക്കേണ്ട സമാധാനത്തിൻ്റെ ആവശ്യം ലഭിക്കാത്തത് കൊണ്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്ന വീട്ടിലാണ് കുട്ടി വളരുന്നതുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് നേരെയാകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ അത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് തീരണം എന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം കിടന്നുറങ്ങുമ്പോൾ ഉണരുന്ന നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ദേഷ്യവും സങ്കടവും പ്രയാസവും ഒക്കെ കടന്നു പോയാൽ ഒരുപക്ഷെ അത് മാറ്റാൻ കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ബന്ധങ്ങൾ, നല്ല രീതികൾ, പരസ്പരം പൊരുത്തപ്പെട്ടും പരസ്പരം സ്നേഹിച്ചും പ്രയാസങ്ങളെ പരസ്പരം കിടപ്പറയിൽ പങ്കുവെച്ചുമൊക്കെ ശീലിക്കുന്ന ദമ്പതിമാർ ഉണ്ടെങ്കിൽ കുട്ടിയുടെ രണ്ടാമത്തെ ആവശ്യവും പരിഗണിക്കപ്പെടും. ഇവിടെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. ഏത് വീട്ടിൻ്റെ അകത്തും ഉണ്ടാകേണ്ട ക്വാളിറ്റി ടൈം. നമ്മൾ ടി വി കാണാൻ സമയം കാണാറുണ്ട്, തർക്കിക്കാനും സമയം കാണാറുണ്ട്. പക്ഷേ ഫ്രീ ആയിരുന്ന് മനസ്സ് സമാധാനത്തോടുകൂടി വീട്ടിലെ അംഗങ്ങളെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി ആവഹിച്ചെടുക്കുന്ന ഒരു സദസ്സ്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമ്മുടെ ഫീലിങ്ങുകൾ പറയാം, പക്ഷെ ആരും മറ്റൊരാളെ ദ്രോഹിക്കാതിരുന്നാൽ മതി. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത്തരം ക്വാളിറ്റി ടൈമും ചിലപ്പോൾ അബദ്ധത്തിൽ കലാശിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സംസാരിക്കാനിരിക്കാൻ തുടങ്ങിയ അപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു, എത്ര കാലമായി നമ്മുടെ വാഷിംഗ് മെഷീൻ മാറ്റാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വീട്ടിലെ വാഷിംഗ് മെഷീനൊക്കെ മാറ്റിയിട്ട് എത്ര ദിവസമായി, എത്ര കാലമായി, നിങ്ങൾക്ക് നമ്മുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് അവിടെ ഒരു തിങ്കിങ് ലെവലിലേക്ക് പോവുകയാണ്, യുക്തിപരമായി പോവുകയാണ് ആ ചർച്ച. അപ്പോൾ ഭർത്താവിന് ഫീൽ ചെയ്യുന്നു, ഭർത്താവിൻ്റെ മനസ്സ് വേദനിക്കുന്നു. ഭർത്താവ് തിരിച്ചും ചില വാചകങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെ ഒരു നല്ല സമയം സംഘർഷത്തിൽ കലാശിക്കുന്നു. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ടൈമിലും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ കൂടുതൽ പറയാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഫീലിങ്ങുകൾ പറയാം, അത് മറ്റൊരാളെ വേദനിപ്പിക്കാതെ
പറയാൻ നോക്കണം. കുട്ടിയുടെ പഠനകാര്യം ശ്രദ്ധ ചെയ്യാം, ഫാമിലി ബഡ്ജറ്റ് ചർച്ച ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. അത് കഴിയുന്നതും ഭക്ഷണം കഴിക്കാൻ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ആലോചിച്ച് നോക്കൂ. കുട്ടിക്ക് എന്തൊരു സുഖകരമാണ്, കുട്ടിക്ക് എത്ര നല്ലൊരു ഫീലിംഗ് ആണ് ഈ സ്നേഹത്തിൻ്റെ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ, വളരെ സമൃദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസം, വ്യക്തിത്വത്തിൻ്റെ വികാസം, നല്ല നല്ല സ്വഭാവ ശീലങ്ങളൊക്കെ ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഒരു കുട്ടി പിന്നെ ആഗ്രഹിച്ചു പോകുന്നത് ഞാൻ കൂടുതൽ കൂടുതൽ സ്നേഹിക്കപ്പെടണം എന്നാണ്, എനിക്ക് കൂടുതൽ കൂടുതൽ അംഗീകാരം ലഭിക്കണം എന്നാണ്. ഈ അംഗീകാരത്തെ, സ്നേഹത്തെ ബിലോങ്ങിങ് നീഡ് എന്ന് നമുക്ക് വിളിക്കാം. കുട്ടിയുടെ മൂന്നാമത്തെ ആവശ്യം സ്നേഹം കിട്ടുക, അംഗീകാരം കിട്ടുക, വലുതാവുക എന്ന് പറയുന്ന. കുട്ടിക്ക് വേണ്ടി എത്ര സമയമാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് എന്നൊരു രക്ഷിതാവ് ചെറിയ കുട്ടിയുടെ കാര്യത്തിൽ ഒന്ന് പുനർവിചിന്തനം ചെയ്ത് നോക്കണം. ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം തേച്ചു കൊടുക്കുന്നതും വസ്ത്രം ധരിപ്പിക്കുന്നതും കുട്ടിയുടെ ശുചിത്വ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെയും അപ്പുറത്ത് എത്ര സമയം കുട്ടിയുടെ വ്യക്തിത്വം നന്നാകാൻ, കുട്ടിയെ സ്നേഹിക്കാൻ. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എനിക്കവനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സാറേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന മാതാക്കളുണ്ട്. അതല്ല പ്രധാനം. സ്നേഹം ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല. സ്നേഹം സത്യത്തിൽ പ്രകടിപ്പിക്കാൻ ഉള്ളതാണ്. സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കപ്പെടേണ്ടത്. അപ്പോൾ കുട്ടിക്ക് ഫീൽ ചെയ്യണം, എനിക്ക് ഈ വീട്ടിൽ സ്നേഹം കിട്ടുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൻ്റെ ഭാഗമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അടുക്കളയിൽ നിൽക്കുന്ന 2 വയസ്സുള്ള കുട്ടി ഒരു തക്കാളി കയ്യിലെടുത്തു. എന്നിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് വേച്ചു നടന്നു. അത് കാണാൻ കൗതുകമുള്ള കാഴ്ചയാണ്. എന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്? കുട്ടിക്കത് അറിയണം. മാതാവ് അടുക്കളയിൽ തിരക്കിലാണ്, 2 പേരെ സ്കൂളിൽ അയക്കണം, ഭർത്താവിന് ജോലിക്ക് പോകണം. തിരക്കിട്ട് തക്കാളി മുറിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ കുഞ്ഞു വന്നിട്ട് ഇങ്ങനെ പറയുമ്പം മുത്തയാളോട് പറയുന്നു, ഇവളെ അങ്ങോട്ട് കൂട്ടിയേക്ക്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരു മാതാവ് കുട്ടിയുടെ മനസ്സിനെ തളർത്തുകയാണ്. അവിടെ 1 മിനിറ്റ് ആ ഉമ്മാക്ക് പണി നിർത്താം. എന്നിട്ട് കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കാം. കണ്ണിലേക്ക് നോക്കണമെങ്കിൽ ഈ മാതാവ് ഇരിക്കേണ്ടി വരും. കാരണം കുട്ടിയും മാതാവും തമ്മിലൊരു 3 ഇരട്ടി 4 ഇരട്ടിയെങ്കിലും ഹൈറ്റിൽ വ്യത്യാസമുണ്ട്. കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം, നെറ്റിയിൽ തൊട്ട് സംസാരിക്കണം. എന്നിട്ട് ഇത് തക്കാളിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. എൻ്റെ കുട്ടിക്ക് ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കണം. അതിൻ്റെ നിറം പറഞ്ഞു കൊടുക്കണം. ഇത് ആപ്പിൾ പോലെ എന്ന് പറയണം. അതിൻ്റെ ഒരു കഷ്ണം മുറിച്ച് വായിലിട്ട് ടേസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പം കുട്ടിക്ക് നാവ് കൊണ്ടുള്ള പഠിപ്പായി, കണ്ണുകൊണ്ടുള്ള പഠിപ്പായി, ചെവി കൊണ്ടുള്ള പഠിപ്പായി, സ്പർശനം കൊണ്ടുള്ള പഠിപ്പായി. അതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന, എൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന ഒരു മാതാവും ഒരു പിതാവും ഇവിടെ ഉണ്ട് എന്ന് പറയുക. കുട്ടിയുടെ കൂടെ കളിക്കാൻ സമയം ചെലവഴിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ തിരക്ക് പിടിച്ച് ജോലി കഴിഞ്ഞ്, ബിസിനസ് കഴിഞ്ഞ്, ഓഫീസ് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. നമ്മുടെ മനസ്സ് മുഷിഞ്ഞിട്ടുണ്ടാകാം. ആ സമയത്ത് 4 വയസ്സുള്ള കുട്ടി നമ്മളോട് ചോദിക്കുന്നു, നമുക്ക് കളിക്കാം. കുട്ടി കാത്തിരിക്കുകയാണ്. അവിടെ കുട്ടിക്ക് പിതാവ് കളിക്കൂട്ടുകാരനാണ്. ഞാൻ എൻ്റെ മനസ്സിൽ എന്നോട് തന്നെ പറയാം, ഞാനൊരു വലിയ ആളല്ലേ, ഞാനൊരു പിതാവല്ലേ, ഞാനൊരു അധ്യാപകനല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനല്ലേ, ഞാനൊരു ഡോക്ടറല്ലേ, ഞാൻ ഈ കുട്ടിയോട് കളിക്കാൻ പറ്റുമോ? അവിടെ ഞാനൊരു പാരൻ്റ് ഈഗോയിൽ നിൽക്കരുത്. ഞാനവിടെ ചൈൽഡ് ഈഗോയിലേക്ക് വരണം. ഞാനൊരു ചെറിയ കുട്ടിയാകണം. കുഞ്ഞിനോട് തലയാട്ടിയിട്ട് എനിക്ക് പറയാം, ആഹാ കളിക്കാം, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിക്കോട്ടെ. 2-3 മിനിറ്റ് നേരം ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു കളി, ഒന്ന് ഓടിയും ചാടിയും വർത്തമാനം പറഞ്ഞും കഥ പറഞ്ഞും പാട്ടുപാടിയും കുട്ടി പറയുന്നത് കേട്ടും ഉള്ള ഒരു കളിയിൽ കുട്ടിക്ക് തോന്നുന്നത്, ഞാൻ ഈ വീട്ടിലെ ഒരാളാണ്, എനിക്ക് വീട്ടിൽ അംഗീകാരമുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്, എനിക്കിവിടെ സൗകര്യങ്ങളുണ്ട്. ഇവിടെ സ്ട്രോക്ക് എന്ന വാക്കും എറിക് ബേൺ ഉദ്ധരിക്കുന്നുണ്ട്. സ്ട്രോക്ക് കൊടുക്കുക കുട്ടിക്ക്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരുതരം തരിപ്പാണ്, ഒരുതരം ചലനമാണ്. ഒട്ടേറെ പരീക്ഷണങ്ങൾ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടന്നിട്ടുണ്ട്. കുരങ്ങിന് ഭക്ഷണം കൊടുക്കുന്നു, അതൊരു
ചെറിയ ഇലക്ട്രിക് ഷോക്കുള്ള ഒരു കമ്പിയിലൂടെ നടന്നിട്ട് വേണം കുരങ്ങന് അപ്പുറത്തേക്ക് പോകാൻ, ഭക്ഷണമെടുക്കാൻ. മറ്റൊന്ന് ഇലക്ട്രിക് ഷോക്ക് ഇല്ലാത്ത, തരിപ്പില്ലാത്ത കമ്പിയിലൂടെ നടക്കണം. ഈ രണ്ടനുഭവങ്ങളും കിട്ടുന്നു. ഒരു ബയോളജിക്കൽ നീഡ്, ഒരു ജൈവപരമായ ഒരു അവസ്ഥ മനുഷ്യനും കുരങ്ങനും ഉണ്ട്. ഈ ബയോളജിക്കൽ നീഡ് ഒരു ചെറിയ ചോദന കിട്ടാനുള്ള ഒരു നീഡാണ്. കുരങ്ങൻ ഈ ഷോക്കുള്ള കമ്പിയിലൂടെ പോകുന്നു. എന്തിനാ? ചെറിയ ചോദന കിട്ടണം, ഒരു ചെറിയ പ്രചോദനം കിട്ടണം. മനുഷ്യൻ്റെ ഉള്ളിൽ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു ചെറിയൊരു പ്രചോദനം കിട്ടാൻ. സ്കൂളിൽ നിന്ന് ഓടി വരുന്ന കുട്ടി, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാവം ചെറിയ കുട്ടി, 5.5 വയസ്സ്, ഒരു സ്ലേറ്റ് ഉയർത്തിപ്പിടിച്ച് മാതാവിനോട് പറയുന്നു, ഉമ്മ എനിക്ക് 10ൽ 8 കിട്ടി, അമ്മ എനിക്ക് 10ൽ 7 കിട്ടി. അമ്മ എന്തു ചെയ്യുന്നു? കുട്ടിയോട് പറയണു, നിൻ്റെ ഡ്രസ്സ് മാറ്റി വരൂ, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. ഇവിടെ കുട്ടിക്ക് അപ്പോൾ വേണ്ടത് വയറിൻ്റെ വിശപ്പ് അടക്കലല്ല, കുട്ടിയുടെ മനസ്സിൻ്റെ വിശപ്പാണ്. അത് സ്ട്രോക്കാണ്, അത് പോസിറ്റീവ് സ്ട്രോക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ സ്ലേറ്റ് ഒന്ന് വാങ്ങി നോക്കി, ആഹാ എൻ്റെ കുട്ടിക്ക് 10ൽ 8 കിട്ടിയോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ കൊണ്ടുവന്ന ഒരു മിഠായി എടുത്ത്, കടലയെടുത്ത് സമ്മാനം കൊടുത്ത് നെറ്റിയിലൊരു ചുംബനം കൊടുക്കുന്ന ഒരു മാതാവ് വീട്ടിലുണ്ടെങ്കിൽ കുട്ടിക്ക് സ്നേഹം വിളമ്പിക്കിട്ടുന്ന ഒരു പ്രതീതിയാണ്, അംഗീകാരം പാരിതോഷികമായി കിട്ടുന്ന ഒരു പ്രതീതിയാണ്. കുട്ടി അതിൻ്റെ അകത്തു നിന്ന് വളരും. മറിച്ച് ഇത്തിരി വിദ്യാഭ്യാസം കൂടുതലുള്ള ഒരു മാതാവ് ഒരുപക്ഷെ ഈ സ്ലേറ്റ് എടുത്ത് നോക്കി 10ൽ 8 ബാക്കി 2 എവിടെ എന്ന് ചോദിക്കാം. ചില മാതാവ് ഒന്നും മിണ്ടാതിരിക്കാം. ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, ഉദ്യോഗസ്ഥനും മേലധികാരിയും തമ്മിലുള്ള ബന്ധത്തിൽ, ഒരു ടീം അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, ഒരു കാര്യം ചെയ്താൽ അതിനെ ഒന്നും പറയാതിരിക്കുക എന്ന് പറയുന്നത് വലിയ അപകടം ചെയ്യും, ബന്ധത്തിൽ ശൈഥല്യമുണ്ടാക്കും. നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാം, ഇത് ശരിയായില്ല, 10ൽ 8 കിട്ടിയുള്ളൂ, 2 എവിടെ എന്ന് ചോദിക്കുന്ന മാതാവ് കുട്ടിക്ക് കൊടുക്കുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്ട്രോക്ക് കുറേ കിട്ടിക്കൊണ്ടിരിക്കുമ്പം കുട്ടിക്ക് തളർച്ചയുണ്ടാകും. കുട്ടിക്ക് തോന്നും ഞാനത്ര നല്ലവനല്ല, ഞാനത്ര ശരിയല്ല എന്ന് തോന്നും. ഞാൻ കുഴപ്പമില്ല, ഞാൻ ശരിയാണ്, എനിക്ക് കുറേ കഴിവുകളുണ്ട്, എനിക്ക് അംഗീകാരം കിട്ടുന്നുണ്ട് എന്ന തോന്നൽ വളരണമെങ്കിൽ കുട്ടിക്ക് ധാരാളമായി പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം. രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത് യാതൊരു ചിലവുമില്ലാതെ, അധികം സമയമൊന്നും ചിലവഴിക്കാതെ, നമ്മുടെ ജോലികൾക്കിടയിലും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലും നമ്മുടെ കുട്ടിയെ നോക്കി ഒരു നല്ലത് പറഞ്ഞ് അവൻ്റെ നന്മയെ കണ്ടെത്തി വളരുമ്പം കുട്ടി അറിയാതെ വലുതാകുന്നു. എനിക്ക് ഓർമ്മയുള്ള ഒരു കുട്ടിയുണ്ട്, 18 വയസ്സുകാരൻ. അതിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ജീവിക്കാൻ മടിയാണ്. 18 വയസ്സുകാരനാണ്. ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി, കണ്ണുകളിൽ തിളക്കമുണ്ട്, ശരീരത്തിന് നല്ല കായബലമുണ്ട്. ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ മസിൽ പവർ കാണുമ്പം എനിക്ക് അസൂയ തോന്നുന്നു, എനിക്കത്ര നല്ല മസിൽ പവർ ഇല്ല. ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ രാവിലെ ഓടാറുണ്ട്. ആ ഓടുന്ന കുട്ടിയാണോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ശരീരത്തിന് ശേഷിയുള്ള കുട്ടിയാണോ നിൽക്കുന്നത്? സാർ ഞാൻ പൊളിഞ്ഞ സാധനങ്ങളൊക്കെ നന്നാക്കാറുണ്ട്, അതിൻ്റെ പേരിലാണ് വീട്ടിലധികവും വഴക്ക് കിട്ടുന്നത്. ആഹാ, പൊളിഞ്ഞ സാധനങ്ങൾ നന്നാക്കാനുള്ള കഴിവ് ഉള്ള കുട്ടിയാണോ നിൽക്കുന്നത്? അപ്പോൾ നീ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാൻ പറ്റുമല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞ അടുത്ത വാചകം, മാത്രമല്ല സാർ ഞാൻ ചിത്രവും വരക്കാറുണ്ട്, അതിനും ആർക്കും നല്ല കാര്യം പറയാനില്ല. അപ്പോൾ ചിത്രം വരക്കുന്ന കുട്ടി, പൊളിഞ്ഞ സാധനങ്ങൾ നന്നാക്കാനുള്ള ബുദ്ധിയുള്ള കുട്ടി, രാവിലെ ഓടുന്ന കുട്ടി, ശരീരത്തിന് വഴക്കമുള്ള കുട്ടി, ഇത്ര നല്ലൊരു കുട്ടിയാണോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവൻ്റെ കണ്ണിലൊരു തിളക്കം. ഇത് ചെറിയ പ്രായത്തിൽ വീട്ടിൻ്റെ അകത്ത് നിന്ന് കിട്ടുമ്പം സ്വാഭാവികമായും കുട്ടിയുടെ വ്യക്തിത്വത്തിൽ കുഴപ്പമുണ്ടാവില്ല, കുട്ടിയുടെ മനോഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടാവില്ല. കുട്ടി നേരെ നിൽക്കും, കുട്ടി നേരെ കാര്യങ്ങൾ കാണും. ഇത് രക്ഷിതാവ് പകർന്നു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്.
ഒരു ചെറിയ കുട്ടി വീട്ടിലുണ്ട്, ഒരു വലിയ കുട്ടിയുമുണ്ട്. സാധാരണ മാതാപിതാക്കൾ ഒരു പൊടിക്കൈ ഉപയോഗിക്കും, ഒരു തന്ത്രം ഉപയോഗിക്കും. ചെറിയ കുട്ടി വളർന്നു വലുതാകാൻ വലിയ കുട്ടിയുമായി കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. വലിയ കുട്ടി നേരെയാവാൻ ചെറിയ കുട്ടിയായി താരതമ്യം. നോക്ക്, 5 വയസ്സല്ലേ ഉള്ളൂ, അവനെ നോക്ക്, അവൻ്റെ ചിട്ട നോക്ക്, അവൻ പഠിക്കുന്നത് നോക്ക്. മൂത്തയാൾക്ക് എന്ത് തോന്നും? സങ്കടം വരും, ദേഷ്യം വരും, കുട്ടിയുടെ സ്വഭാവം ചിലപ്പോൾ മാറിയേക്കും. ചെറിയ ആൾക്കും അത് ഉണ്ടാകും. കുട്ടിയെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ അറിയാതെ വളർന്നു വരുന്ന ഒരു നെഗറ്റീവ് എനർജി കുട്ടിയുടെ സ്വഭാവത്തെ മാറ്റും. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പറയും, നിങ്ങളൊരു നല്ല രക്ഷിതാവാണ് എന്ന് പറയണമെങ്കിൽ അത് ഒരു കുട്ടി ഉണ്ടായാൽ പറയാൻ പറ്റില്ല. വീട്ടിൽ 2 കുട്ടികളുണ്ടായി കഴിഞ്ഞതിന് ശേഷമേ നിങ്ങളൊരു നല്ല രക്ഷിതാവാണോ, നിങ്ങൾ ക്രിയാത്മകമായി ഇടപെടുന്ന രക്ഷിതാവാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. 2 കുട്ടികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ താരതമ്യം വരും, അറിയാതെ വന്നു പോകും. ഈ കുട്ടിക്കിടയിലുള്ള ഇടപെടൽ, 2 കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുന്നു, ഓടിച്ചെല്ലും മാതാവ്, ആവശ്യമുള്ള ഘട്ടത്തിലും ആവശ്യം ഇല്ലാത്ത ഘട്ടത്തിലും. ഇത്തരം ഘട്ടത്തിൽ കഴിയുന്നതും വഴക്കിൻ്റെ ഇടയിൽ ഇടപെട്ടാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് തോന്നും എന്നോട് നീതി കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ വഴക്ക് വരുമ്പം സാവകാശം മാറി നിന്ന് അവർ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നൊരു സമീപനമായിരിക്കണം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ബിലോങ്ങിങ് നീഡ് എന്ന കുട്ടിയുടെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പം, ഞാൻ ഈ വീട്ടിലെ ഒരംഗമാണ്, എനിക്ക് അംഗീകാരം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പം കുട്ടിക്ക് കിട്ടുന്ന സ്നേഹം, അംഗീകാരം, പ്രശംസ, കുട്ടിക്ക് വേണ്ടി വീട്ടുകാർ ചിലവഴിക്കുന്ന സമയം, ഇതൊക്കെ പ്രധാനമാണ്. ചോദിക്കുന്ന കുട്ടിയെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ചോദിക്കുന്ന കുട്ടി, ചോദ്യം നിരന്തരമായി കുട്ടി ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ. ചോദിക്കുമ്പം നമുക്ക് മുഷിപ്പായിരിക്കും, ഒരുപക്ഷെ ഉത്തരം അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരമില്ലാത്തത് കൊണ്ട്. ആ സമയത്ത് ഉത്തരം അറിയില്ലെങ്കിൽ പോലും കുട്ടിക്ക് ഇത് എനിക്കറിയില്ല, പക്ഷെ നല്ല ചോദ്യമാണ്, ഞാൻ അന്വേഷിച്ച് പറഞ്ഞു തരാം, നമുക്ക് ആലോചിക്കാം, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം, നല്ല ചോദ്യം ചോദിക്കുന്ന മോനാണല്ലോ എന്ന് പറഞ്ഞ് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുമ്പം അത് കുട്ടിക്ക് കിട്ടുന്ന അംഗീകാരമാണ്. ബിലോങ്ങിങ് നീഡ് എന്ന 3ാമത്തെ പടിയിലേക്ക് നമ്മുടെ കുട്ടിക്ക് സുന്ദരമായി കാലെടുത്തു വെക്കാൻ, ആത്മവിശ്വാസത്തോടുകൂടി കാലെടുത്തു വെക്കാൻ അവസരമാണ്. അതോടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാവുകയാണ്.